2 നോബൽ സമ്മാനങ്ങൾ, PhD, BSc എന്നിവയിൽ നിന്നും 50 ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ് അമേരിക്കക്കാരനായ ലൈനസ് പോളിംഗ്. ഇന്ന് നമ്മുടെ ഇടയിൽ ഇതുപോലെ നിരവധി ബിരുദങ്ങളും ഡോക്ടറേറ്റും ബിരുദാനന്തര ബിരുദങ്ങളുമുള്ള ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നു. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. മുൻകാലങ്ങളിൽ ഭാരതത്തിൽ ഡോക്ടറേറ്റും ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നേടിയ മഹത് വ്യക്തികളാണ് ഭരണഘടനാ ശില്പി BR അംബേദ്കർ, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം എന്നിവർ. പിന്നെ മഹാരാഷ്ട്രക്കാരനായ ശ്രീകാന്ത്. ലോകത്തെ ഏറ്റവും നീണ്ടകാലം ഡോക്ടറേറ്റ് അഥവാ PhD ഗവേഷണത്തിൽ ചെലവഴിച്ച വ്യക്തിയാണ് ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. മെഡിക്കൽ വൈദ്യശാസ്ത്ര രംഗത്തെ 2100 അനവധി മരുന്ന് പരീക്ഷണങ്ങൾ സ്വന്തം ശരീരത്തിൽ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സുരേഷ് കെ ഗുപ്തൻ. 15 അന്താരാഷ്ട്ര അതോറിറ്റികളുടെയും സംഘടനകളുടെയും തലവനാണ്. ലോക സമാധാന സംഘടനയുടെ അന്താരാഷ്ട്ര സെക്രട്ടറി ജനറൽ, ലോക പുനരധിവാസ സംഘടനയുടെ ഡയറക്ടർ ജനറൽ, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ സീനിയർ അധ്യക്ഷൻ, ബെസ്റ്റ് ഡീൽ അന്താരാഷ്ട്ര റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെ ചെയർമാൻ, ഇന്ത്യയിലെ ഏക അന്താരാഷ്ട്ര മെഡിക്കൽ പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ, റോയൽ അക്കാദമി ഓഫ് ഗ്ലോബൽ പീസിന്റെ ഡയറക്ടർ, വേൾഡ് ബുക്ക് ഓഫ് സ്റ്റാർ റെക്കോർഡ്സിന്റെ ഡയറക്ടർ, സേഫ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന്റെ ഡയറക്ടർ, ഇന്റർനാഷണൽ പീസ് സ്പിരിച്വൽ കൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, മണിപ്പൂർ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ സീനിയർ പ്രൊഫസറും റിസർച്ച് ഹെഡും, ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലെ വിസിറ്റിംഗ് പ്രൊഫസറും സയന്റിസ്റ്റും, നാച്ചർ ആൾട്ടർനേറ്റീവ് മെഡിക്കൽ റിസർച്ച് ഫൗണ്ടേഷന്റെ അംബാസഡർ, ലോകത്തിലെ ഓർത്തോ മോളിക്കുലർ മെഡിസിനിൽ 6 ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ, DK ഇന്റർനാഷണൽ റിസർച്ച് ഫൗണ്ടേഷന്റെ റീജിയണൽ കോർഡിനേറ്ററും സയന്റിസ്റ്റും, ലോകത്തിലെ 19 ലോകോത്തര യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റും ഗൈഡും പ്രൊഫസറും, ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഒബ്സർവേറ്ററിയുടെ നയതന്ത്രജ്ഞൻ എന്നീ നിലകളിൽ സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. യഥാർത്ഥ ഇന്ത്യ എന്ന പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഓരോ സംസ്ഥാനത്തും പോയി. മലയോര ഗ്രാമപ്രദേശങ്ങളും പട്ടണങ്ങളും താണ്ടി ഇന്ത്യ ഒട്ടാകെ പഠനത്തിനായി നടന്നത് 5 തവണ. അദ്ദേഹം കണ്ട ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് അന്ന് ഇന്ത്യൻ പ്രസിഡന്റായ ശ്രീ പ്രണബ് കുമാർ മുഖർജിക്ക് സമർപ്പിക്കുകയുണ്ടായി. ഇന്ത്യൻ ശിക്ഷാ നിയമമായ ഇന്ത്യൻ പീനൽ കോഡ് ഭാരതീയ ന്യായ സംഹിതയായി മാറുന്നതിൽ അദ്ദേഹത്തിന്റെ ഈ പഠന റിപ്പോർട്ട് കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ അവകാശപ്പെടുന്നത്. ലോകത്ത് 150 അന്താരാഷ്ട്ര ദേശീയ പുരസ്കാരങ്ങൾ തേടിയെത്തിയ ഒരു ഇന്ത്യക്കാരൻ കൂടിയാണ് ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. പ്രകൃതി സ്നേഹത്തിലും സഹജീവി സ്നേഹത്തിലും മനുഷ്യ സ്നേഹത്തിലും പാവങ്ങളോടുള്ള ദയാവായ്പിലും വിനയാനിതനായ വ്യക്തിയാണ് സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. പാലക്കാട് മംഗലാംകുന്ന് സ്വദേശിയാണ് അദ്ദേഹം. 12 മതങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ പ്രകൃതിയാണ് നമ്മുടെ ദൈവം എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഏറ്റവും വലിയ സർവകലാശാലയും പ്രകൃതി തന്നെ, ഏറ്റവും വലിയ ഡോക്ടറേറ്റ് പ്രകൃതി തന്നെ എന്ന് സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ വിശ്വസിക്കുന്നു.